സൗദി ജയിലുള്ള മലയാളി അബ്ദുൾ റഹീം നാട്ടിലേക്ക് ജയിൽ മോചന ഉത്തരവിൽ ഒപ്പുവെച്ചു. രാജ്യം വിടാനുള്ള ഇമിഗ്രേഷൻ നടപടികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വിവരങ്ങളുമായി ദുബായിൽ നിന്നും ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. ഷിൻസ്, വർഷങ്ങളായുള്ള കാത്തിരിപ്പൊടുവിൽ റഹീം നാട്ടിലേക്ക്, നടപടിക്രമങ്ങൾ ഇനി മുന്നിൽ എന്തൊക്കെയാണ്? സുരേഷ്, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത, അല്ലെ ഏറെ പ്രതീക്ഷിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോളമ്പൂർ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചതായി വിവരം ലഭിച്ചെന്ന് സഹായ സമിതിയാണ് അറിയിച്ചത്. മോചനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. അബ്ദുൾ റഹീമിന്റെ എക്സിറ്റ് വിസ നടപടികൾ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി രാജ്യം വിടുന്നതിനുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ നടപടികൾ പൂർത്തിയാകുന്നതോടെ ഏത് സമയത്തും അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദി ബലിപ്പെരുന്നാൾ അവധി തുടങ്ങുന്നതിനാൽ നടപടിക്രമങ്ങൾ എന്ന് പൂർത്തിയാകുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. 2026 ഡിസംബർ 24 സൗദി ബാലൻ അനസ് അൽ ഷഹ്രി കൊല്ലപ്പെട്ട കേസിൽ അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒത്തൊരുമിച്ച് സമാഹരിച്ച 34 കോടി രൂപ ദയാധനം ഇന്ത്യൻ എംബസി വഴി നേരത്തെ റിയാദ് കോടതിയിൽ അടച്ചിരുന്നു. വധശിക്ഷ റദ്ദാക്കി കോടതി തുടർന്ന് 20 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കാൻ ഉത്തരവിടുകയായിരുന്നു. ആ തടവുകാലമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനം ഉണ്ടാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. സുരേഷ്, ഒടുവിൽ അബ്ദുൾ റഹീം നാട്ടിലേക്ക്. വിശദാംശങ്ങളാണ് ഷിൻസ് സെബാസ്റ്റ്യൻ നൽകിയത്.